ഒരു കഥ പറഞ്ഞ് അവസാനിക്കട്ടെ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഒരു 8 മിഷണറിമാർ സൈബീരിയയിലുണ്ടായിരുന്നു. 8 മിഷണറിമാർ നൂറുകണക്കിന് യഹൂദന്മാരെ നാസി പട്ടാളത്തിന്റെ കയ്യിൽ നിന്ന് നൂറുകണക്കിന് യഹൂദന്മാരെ 8 മിഷണറിമാർ നാസി പട്ടാളത്തിന്റെ കയ്യിൽ നിന്ന് സൈബീരിയൻ ഏരിയയിൽ നിന്ന് രക്ഷപ്പെടുത്തി. ക്രിസ്ത്യൻ മിഷണറിമാരാണ്. പക്ഷെ പെട്ടെന്ന് ഭയങ്കര മഞ്ഞ് വീഴ്ച വന്നു. പുറം ലോകമറിയാതെ 8 മിഷണറിമാർ അവിടെ സൈബീരിയയിൽ കുടുങ്ങപ്പെട്ടു. എങ്ങനെ ജീവിതം മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല. മഞ്ഞ് വീണ് കിടക്കുകയാണ്. ഭയങ്കരമായി സ്തോത്രം കൊടിയ പട്ടിണിയായി. ആഹാരമില്ല. അവർക്ക് ഏറ്റവും അത്യാവശ്യം ആഹാരത്തെക്കാളും അവർക്ക് ഏറ്റവും അത്യാവശ്യം കൊടിയ ശൈത്യത്തിന് രക്ഷപ്പെടാൻ അവർക്ക് തീ കായാൻ വിറക് വേണം. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഈ 8 മിഷണറിമാർ വന്നിട്ട് പറഞ്ഞു, കം ലെറ്റ്സ് പ്രേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പൊ ബാക്കിയുള്ളവർ പറഞ്ഞു, എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? നമുക്കൊരു ലിസ്റ്റ് എഴുതാം. പ്രാർത്ഥന എഴുതിയത് വിറകാണ്, നല്ല മഞ്ഞാണല്ലോ, മഞ്ഞ് വീട് കിടക്കുന്നു, അതേ വിറച്ച് ചത്തുപോകും. പ്രാർത്ഥന എഴുതിയ വിറക്, ആഹാരം, ഒരു വലിയ ലിസ്റ്റ് ഉണ്ടാക്കി 8 പേരും കൂടെ കൈവച്ച് എന്നിട്ട് അവർ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ കരുതുന്ന ദൈവമാണ്, നീ ജീവനുള്ള ദൈവമാണ്, നീ കരുതുന്ന ദൈവമാണ്, നീ ജീവനുള്ള ദൈവമാണ്. അങ്ങയുടെ കരുതൽ ഞങ്ങൾക്കായി അയക്കണമേ, ഞങ്ങളെ സൂക്ഷിക്കണമേ. നിങ്ങൾ ആരൊക്കെയോ ഞെരുക്കുന്നത് പോലെ, നിങ്ങൾ ആരൊക്കെയോ ബുദ്ധിമുട്ടുന്നത് പോലെ, ആ ബുദ്ധിമുട്ടിലും പട്ടിണിയിലും പരിവട്ടത്തിലും കിടന്നു ആ 8 ദൈവദാസന്മാർ സ്തോത്രം തങ്ങളുടെ ആവശ്യങ്ങളെ ലിസ്റ്റിൽ എഴുതി കൈവച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എപ്പോഴാണോ അവർ ആമേൻ പറഞ്ഞത്, ആ വീടിന്റെ പ്രധാന വാതിൽ ആരൊക്കെയോ നടക്കുന്ന ശബ്ദം കേട്ടു. പലരും നടക്കുക. പെട്ടെന്ന് അവർ അറച്ചറച്ച് പേടിച്ച് ആ വാതിലിനരികിലേക്ക് പോയി. അവർ പറഞ്ഞു, പട്ടാളക്കാർ നമ്മെ കണ്ടു കാണും, പട്ടാളക്കാർ നമ്മെ കണ്ടെങ്കിൽ നമ്മളെ അറസ്റ്റ് ചെയ്യും, നമ്മെ കൊല്ലുകയും ചെയ്യും. പേടിച്ച് അവർ പോയി വാതിൽ തുറന്നപ്പോൾ മഞ്ഞ് വീണ് കിടക്കുന്നു. കാലിന്റെ ഒരു പാട് പോലും ഇല്ല. ആരും നടന്നതിന്റെ പാടില്ല, മഞ്ഞ വീണ് കിടക്കുന്നത്. പക്ഷെ കാലിന്റെ പാടില്ല. 8 ബ്രാൻഡ് ന്യൂ പാക്കറ്റ് കിടക്കുകയാണ്. ആ പാക്കറ്റിന്റെ വലിയ പെട്ടികൾ, ഈ ബോക്സ് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ 8 പെട്ടികൾ കിടക്കുകയാണ്. അതിന്റെ മുകളിൽ മഞ്ഞില്ല, പക്ഷേ നിലത്തന്നെ മഞ്ഞുണ്ട്. മനുഷ്യന്റെ കാലിന്റെ പാടില്ല. 8 പെട്ടി 8 മിഷണറിമാർ കണ്ട് സ്തോത്രം 3-4 പേരായി ആ പെട്ടികളുടെ തകത്തേക്ക് കൊണ്ടുവന്ന് അവര് സ്തോത്രം അത് പൊട്ടിച്ചു നോക്കുമ്പോൾ ആ ലിസ്റ്റിൽ എന്തൊക്കെയാണോ അവർ എഴുതിയിരുന്നത് മുഴുവൻ ആ ഓരോ പെട്ടികളുണ്ടായിരുന്നു. അവരെന്തൊക്കെയാണോ ലിസ്റ്റിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചത് മുഴുവൻ സ്തോത്രം ആ പെട്ടിയിൽ ഉണ്ടായിരുന്ന. യേശു നിനക്ക് വേണ്ടി ജീവിക്കുന്ന, യേശു നിനക്ക് വേണ്ടി ജീവിക്കുന്ന. ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, നിന്റെ അപ്പൻ ജീവിച്ചതിനേക്കാൾ നന്നായി നീ ജീവിക്കാൻ പോവാ. കുടുംബക്കാർ ജീവിച്ചതിനേക്കാൾ നന്നായി നീ ജീവിക്കാൻ പോവാ. കാരണം അവൻ സദാകാലം ജീവിക്കുന്ന. എത്ര പേർ കരങ്ങൾ ഉയർത്തി പറയുന്നു, യേശു ജീവിക്കുന്നു, എനിക്ക് വേണ്ടി യേശു ജീവിക്കുന്ന എന്ന് പറയുന്നവർ കരങ്ങൾ നന്നായി ഉയർത്തിയാട്ടെ.